Hello, hi. I am CA Dinu Chandran, your faculty for Financial Management at AAA Commerce Academy. അപ്പോൾ നമ്മളുടെ ബ്രിഡ്ജ് കോഴ്സ് പേപ്പർ 6A ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ബ്രിഡ്ജ് കോഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ ബ്രിഡ്ജ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മുടെ പേപ്പർ, എന്തൊക്കെയാണ് നമ്മുടെ സിലബസ്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2 പേപ്പർ 6A ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അത് ഗ്രൂപ്പ് 6 പേപ്പർ 6 എന്ന് പറയുന്നത് 2 പേപ്പേഴ്സാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും. അതിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് ഓൾറെഡി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത് പേപ്പർ 6A ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 50-50 ആണ്, ഈക്വൽ വെയിറ്റേജ് ആണ് 2 പേപ്പറിനുള്ളത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർലി പ്രോബ്ലം ഏരിയ ആണെങ്കിൽ, സെക്കൻഡ് പാർട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്യുവർലി തിയറി ഏരിയ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പേപ്പറിൽ പഠിക്കാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുക? ഞാൻ കൂടുതൽ സബ്ജക്റ്റിലോട്ടൊന്നും കിടക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന്, ഈ പേപ്പർ എന്താണെന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേപ്പറിൽ എന്താണ് പഠിക്കാനുള്ളത്? അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ കഴിഞ്ഞ് വന്ന ആൾക്കാരാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ന്യൂ പേപ്പറാണ്, ഫ്രഷ് പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യമായ ബേസിക്സുകളൊന്നും തന്നെ നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിക്കുന്നില്ല, എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ഡിഗ്രി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിച്ചിട്ടുണ്ടാവും. ഐ തിങ്ക് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ബികോമിന് അങ്ങനെ ഒരു പേപ്പർ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പല ഏരിയ പലയിടത്തായിട്ടൊക്കെ ചെറിയ ചെറിയ തോതിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഡിഗ്രി സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വാസ്റ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പാണ് നമ്മുടെ പേപ്പർ 6A, നമ്മുടെ CA ഇൻ്റർമീഡിയറ്റിനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്രോച്ചും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഒരു എൻറ്റയർലി ന്യൂ പേപ്പർ എന്നുള്ള രീതിയിൽ തന്നെ ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിക്കാനുണ്ടാകും? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്തായിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? അപ്പോൾ ഒരു ഒബ്വിയസ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്. നമുക്കത് വേണ്ട, നമുക്കൊരു വളരെ ഈസി ഡെഫിനേഷൻ ആണ്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഓരോ പേപ്പർ സെറ്റ് ചെയ്യുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, നമ്മുടെ ICAക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂ, ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്? നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നത് ഒരു അക്കൗണ്ട്സ് മാനേജറുടെ പെർസ്പെക്റ്റീവിലാണ്. എങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നത് ആരുടെ പെർസ്പെക്റ്റീവിലായിരിക്കും? ഒരു ഫൈനാൻസ് മാനേജറുടെ പെർസ്പെക്റ്റീവിലായിരിക്കും. അതായത് നിങ്ങൾ ഈ CA ഒക്കെ ക്വാളിഫൈ ചെയ്ത് ഒരു ഫൈനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? ഓക്കെ ആണോ? അതാണ് നമുക്ക് ഈ പേപ്പർ ത്രൂ പഠിക്കാനുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ആലോചിക്കുക, എന്തിനാണ് നമ്മൾ ഇത് കാര്യങ്ങളൊക്കെ പഠിക്കണേ? ഇപ്പോൾ ഓഡിറ്റിംഗ് എന്തിനാണ് പഠിക്കുന്നത്? ഓഡിറ്റിംഗ് പഠിക്കുന്നത് നിങ്ങൾ CA ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഒരു കമ്പനിയുടെ ഓഡിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്ന് നിങ്ങൾക്ക് അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നത് എന്തിനാണ്? ഒരു ക്വാളിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പോവുകയാണ്, ജോബിന് പോവുകയാണ്, ഒരു ഫിനാൻസ് മാനേജറായിട്ട് പോവുകയാണെങ്കിൽ അവിടെ ആസ് എ ഫിനാൻസ് മാനേജർ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരിക? അതിന് നിങ്ങളെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പേപ്പർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരിക? ഒരു ഫിനാൻസ് മാനേജറുടെ ജോബ് എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ പലപ്പോഴും ഒരു അക്കൗണ്ടന്റുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടാവും, പല അക്കൗണ്ടന്റുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അക്കൗണ്ടന്റുമാരെ ഡീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഒരു ഫിനാൻസ് മാനേജറുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവാം, അതല്ലെങ്കിൽ ഒരു ഫിനാൻസ് മാനേജറെ നിങ്ങൾ നേരിട്ട് കാണുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ഡീൽ ചെയ്യേണ്ട ആവശ്യമോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അല്ലേ? അപ്പോൾ ഇതുവരെ ഫിനാൻസ് മാനേജറെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ, ഞാനാണ്. ഞാനൊരു എക്സ് ഫിനാൻസ് മാനേജറാണ്. ഇൻ ദ സെൻസ് ഞാൻ ക്വാളിഫൈ ചെയ്തതിന് ശേഷം ഒരു 2 ഇയേഴ്സിൽ ഖത്തറിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഒരു MNCയുടെ ഫിനാൻസ് മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ ഈ ടീച്ചിങ് ഫീൽഡിലോട്ടൊക്കെ തിരികെയൊക്കെ ചെയ്തതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇത് പ്രാക്ടിക്കലി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഞാൻ അവിടെ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ എക്സ്പോഷർ എന്നെ ഹെൽപ്പ് ചെയ്യും ഒരു ഫിനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളിൽ. അപ്പം നമുക്ക് ഒരു ആസ് എ ഫിനാൻസ് മാനേജർ നമുക്ക് എന്തൊക്കെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും ഒരു കമ്പനിയിൽ ഉണ്ടാവുക ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അയാളുടെ ജോബ് ഒരു അക്കൗണ്ടന്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട്സ് മാനേജറിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകും? ഈ ഫിനാൻസ് മാനേജറുടെ ജോബ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടന്റ് ജോബിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകും? ആലോചിക്കുക, ഒരു അക്കൗണ്ടന്റ് റെസ്പോൺസിബിലിറ്റി, പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? നിങ്ങളൊരു ഡെഫിനേഷൻ തന്നെ പഠിക്കുന്നുണ്ടാവും, അല്ലെ? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, ബ്ലാ 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 എന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒറ്റ ഫോക്കസേ ഉള്ളൂ, എന്താണ്? ഇത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഒരു അക്കൗണ്ടന്റ് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രീസ് ആണ് നിങ്ങൾ ബേസിക്കലി പഠിക്കുക. ഒരു ഗിവൺ ട്രാൻസാക്ഷൻ നടന്നാൽ എങ്ങനെ ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യാം. ഇപ്പോൾ ഒരു പർച്ചേസ് നടന്നു, പർച്ചേസിൻ്റെ ജേണൽ എൻട്രി എന്താ? സെയിൽ നടന്നു, അതിൻ്റെ ജേണൽ എൻട്രി. ഒരു അമാൽഗമേഷൻ നടന്നു, അമാൽഗമേഷൻ എന്തൊക്കെ ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടി വരും?
അല്ലെങ്കിൽ മെർജർ നടന്നു, അതിന് എന്തൊക്കെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യേണ്ടി വരും. ഒരു ഇൻഷുറൻസ് എടുത്തു, ഇൻഷുറൻസ് 2 വർഷത്തെ അഡ്വാൻസ് എടുത്തു, അല്ലെങ്കിൽ ഒരു പല എൻറ്റിറ്റീസ് ഉണ്ട്, പല ബ്രാഞ്ചസ് ഉണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഒക്കെ പഠിക്കുന്ന ഒറ്റ കാര്യമാണ് എന്താ, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ നമുക്കിത് എങ്ങനെ ജേണലൈസ് ചെയ്യാം, എങ്ങനെ റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ, FM-ലോട്ട് വരുമ്പോൾ, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് ഈ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയേ അല്ല. ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യാം, ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതല്ല എൻ്റെ ഒബ്ജക്റ്റീവ്, മറിച്ച് ഡിസിഷൻ മേക്കിംഗ് ആണ്. എനിക്ക് ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കാം, ഒരു ഫിനാൻസ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഒരു ഗിവൺ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വേർഡിൽ സമ്മറൈസ് ചെയ്യണമെങ്കിൽ അത് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ് എന്ത്, ഒരു ഫിനാൻസ് മാനേജർ അയാളുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് അയാൾക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടി വരിക, ഒരു ഗിവൺ സെനാരിയോയിൽ അയാൾക്ക് എന്ത് ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ടി വരിക. ഓക്കെ ആണോ? അപ്പോൾ എന്തൊക്കെ ഡിസിഷൻസ് ആയിരിക്കും അയാൾക്ക് എടുക്കേണ്ടി വരിക, ഇതാണ് നമുക്ക് അറിയേണ്ടത്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തൊക്കെയായിരിക്കും ഒരു ഫിനാൻസ് മാനേജർ എടുക്കേണ്ടി വരുന്ന ഡിസിഷൻ? നമുക്കൊരു കഥ പോലെ പോവാം. നമുക്കൊരു ഒരു ഒരു കഥ പോലെ ഒരു ഗിവൺ സെനാരിയോ ആലോചിക്കാം. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ഡിസിഷൻ എടുക്കണം? സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരു വലിയ കമ്പനി, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സാണ് എൻ്റെ പ്ലാൻ. അപ്പം ഞാൻ എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കൂട്ടി, എന്നെയാണ് CFO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് എന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. കുറേ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുറക്കുന്നു. എങ്കിൽ അവിടെ ഫിനാൻസ് മാനേജർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തൊക്കെ ഡിസിഷൻ എടുക്കേണ്ടി വരും? ആദ്യത്തെ കാര്യം എന്തായിരിക്കും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റലാണ് അല്ലേ? അപ്പോൾ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ ആദ്യത്തെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റൽ എവിടെ നിന്ന് കൊണ്ടുവരണം, അത് എങ്ങനെ കൊണ്ടുവരണം? ഒരു ഫിനാൻസ് മാനേജർ ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിനാൻസ് മാനേജർ എന്തൊക്കെയായിരിക്കും ഡിസൈഡ് ചെയ്യേണ്ടി വരിക? ഒരുപാട് ഡിസിഷൻസ് അയാൾ എടുക്കേണ്ടി വരും അല്ലേ? നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്യാപിറ്റൽ വേണം? അപ്പോൾ ചോദിക്കും ഏതൊക്കെ ടൈപ്പ് ക്യാപിറ്റൽ ഉണ്ട്? കുറേ ക്യാപിറ്റൽ ഉണ്ട് അല്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ബോണ്ട് ഉണ്ട്. ഇതൊക്കെ ഓരോ തരത്തിലുള്ള ക്യാപിറ്റലുകളാണ്. അപ്പോൾ ഇതിൽ ഏത് ക്യാപിറ്റലാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്? ഇത് ആര് എടുക്കേണ്ട ഡിസിഷനാണ്? ഒരു ഫിനാൻസ് മാനേജർ. ആദ്യമേ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് ഈ ക്യാപിറ്റൽ ഏത് നമുക്ക് വേണം. അപ്പോൾ ഏത് വേണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചുമ്മാ ഏതെങ്കിലും ഒന്ന് തൊട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു ക്രൈറ്റീരിയ വേണം അല്ലെ? ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ വേണം. എന്തായിരിക്കും നമ്മുടെ സെലക്ഷൻ ക്രൈറ്റീരിയ? പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. നമ്മുടെ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എത്രയാണ് അല്ലെ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മുടെ കോസ്റ്റ് എന്താണ്? എന്താ കോസ്റ്റ്? കമ്പനി തിരിച്ച് റിട്ടേൺ കൊടുക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കമ്പനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്താൽ ആ ഇക്വിറ്റി ക്യാപിറ്റലിന് കോമ്പൻസേഷൻ ആയിട്ട് എന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ എന്ത് കൊടുക്കണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. ഡിബഞ്ചർ ആണെങ്കിൽ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ബോണ്ട് ആണെങ്കിൽ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഓരോ ക്യാപിറ്റലിനും ഓരോ കോസ്റ്റ് ഉണ്ട്. ഈ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫിനാൻസ് മാനേജർ എന്നുള്ളതൊക്കെ എനിക്കറിയണം എൻ്റെ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇക്വിറ്റിയുടെ കോസ്റ്റ് എത്രയാണ്, ഡെറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, പ്രിഫറൻസിൻ്റെ കോസ്റ്റ് എത്രയാണ്. അങ്ങനെ ഈ ഓരോ ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. കറക്റ്റ് അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ആദ്യം പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഏത്? ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്തിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുക? കാരണം ഇത് അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ക്യാപിറ്റലിന് കോസ്റ്റ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു തിയറി ഏരിയ ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ്. അവിടെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ അനാലിസിസ് ത്രൂ റേഷ്യോ ഉണ്ട്. അപ്പോൾ ഈ റോൾ ഓഫ് എ ഫിനാൻസ് മാനേജർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, എന്തൊക്കെയാണ് ഫംഗ്ഷൻ, കുറേ തിയറി ഏരിയ ആണ്. ബേസിക് ആയിട്ട് ഫിനാൻസിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് തിയറി ഏരിയാസ് ആണ് അവിടെ പഠിക്കാനുള്ളത്. അവിടെ പാർട്ട് 2-ൽ കുറച്ച് റേഷ്യോ പറയുന്നുണ്ട്, റേഷ്യോ അനാലിസിസ് പഠിക്കാനുണ്ട്. പ്രോബ്ലം ഏരിയ ആണ്, നമ്മൾ ഏറ്റവും അവസാനമായിരിക്കും അത് പഠിക്കുന്നുണ്ടാവുക. ആദ്യത്തെ തിയറി ചാപ്റ്റർ നമ്മളൊന്ന് പറഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഏരിയ ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്താ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് പഠിക്കുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനകത്ത് പഠിക്കുന്ന ഇതാണ്, ഈ ഓരോ ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കുക. ഇനി കോസ്റ്റ് മാത്രം അറിഞ്ഞാൽ മതിയോ? ഇപ്പോൾ നമുക്ക് ഓരോ ക്യാപിറ്റലിൻ്റെയും കോസ്റ്റ് അറിയാം. ഇക്വിറ്റിയുടെ കോസ്റ്റ് എത്രയാണ്, ഡെറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, പിന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ കോസ്റ്റ് എത്രയാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. പിന്നെയോ നമുക്ക് ഈ ഓരോന്നും എത്ര വീതം വേണം എന്ന് കൂടെ അറിയണം. അതായത് ഇക്വിറ്റി എത്ര വേണം, പ്രിഫറൻസ് ഷെയർ എത്ര വേണം, ഡിബഞ്ചർ എത്ര വേണം എന്നുള്ള സംഗതി കൂടെ അറിയണം. അപ്പോൾ ഇതിൻ്റെ ഈ പ്രൊപ്പോർഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. എന്താ അവിടെ പഠിക്കുക? അതായത് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെ വേണം എന്നുള്ളതാണ്. എന്താ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ?
നമ്മുടെ ക്യാപിറ്റലിനകത്ത് നിങ്ങൾ പലപ്പോഴും ബാലൻസ് ഷീറ്റിനകത്ത് ഇക്വിറ്റി, പ്രിഫറൻസ്, ഡിബഞ്ചർ എന്ന് പറഞ്ഞ് 2, 3, 4 ഐറ്റം കാണും. ഇതൊക്കെ ഓരോ അളവിലായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ എത്ര പെർസെൻറ്റേജ് വീതമാണ് വേണ്ടത്? 50% ഇക്വിറ്റി വേണോ? 100% ഇക്വിറ്റി വേണോ? 20% ഇക്വിറ്റിയും 80% ഡെറ്റും വേണോ? അല്ലെങ്കിൽ 80% ഇക്വിറ്റിയും 10% ഡെറ്റും 10% പ്രിഫറൻസ് ഷെയറും വേണോ? അങ്ങനെ ഈ ഓരോ ക്യാപിറ്റലിൻ്റെയും പെർസെൻറ്റേജ് ആണ്. നമ്മുടെ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി വേണം, എത്ര പെർസെൻറ്റ് ഡെറ്റ് വേണം, എത്ര പെർസെൻറ്റ് പ്രിഫറൻസ് ഷെയർ വേണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കുന്ന ഒരു ഏരിയ പ്രോബ്ലം ഏരിയ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. അവിടെ നമ്മൾ എന്താ പഠിക്കുക? ഈ ക്യാപിറ്റലിനകത്ത് ഓരോരുത്തരും എത്ര വീതം വേണം? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ 100% ഇക്വിറ്റി ആയാൽ എന്താണ് പ്രശ്നം? ഇനി 50% ഇക്വിറ്റിയും 50% ഡെറ്റും ആയാൽ എന്ത് സംഭവിക്കും? 80% ഇക്വിറ്റിയും 20% ഡെറ്റ് പ്രിഫറൻസ് ഷെയറും ആയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ പല കോമ്പിനേഷൻ മാറുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എവിടെ മനസ്സിലാക്കുക? ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ മനസ്സിലാക്കുക. ഓക്കെ ആണോ? നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്, എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളൊരു ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? ഇനി നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ലെവറേജ് അനാലിസിസ്. ആരെങ്കിലും ഈ പേര് കേട്ടിട്ടുണ്ടോ? ലെവറേജ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവോ? ലെവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. ലെവറേജ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെയും ഈ ലെവറേജ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ ലെവറേജ് കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ നിങ്ങൾ ഫിസിക്സിലാണ്. 8ലോ 9ലോ ഫിസിക്സിനകത്ത് നിങ്ങൾ ലെവറേജ് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ പുള്ളി യൂസ് ചെയ്യുക, തടി ഉരുട്ടാനായിട്ട് റോളർ യൂസ് ചെയ്യുക, മേ ബി ഒരു വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റ്, വലിയ പാറയൊക്കെ മൂവ് ചെയ്യാനായിട്ട് അടിയിൽ ലിവർ ഇട്ടിട്ട് പുള്ളി ചെയ്യുക തുടങ്ങിയ പരിപാടികളൊക്കെ ലെവറേജ് ആണ്. ബേസിക്കലി ലെവറേജ് എന്ന് വെച്ചാൽ അഡ്വാൻറ്റേജ് ആണ്. എന്തോ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. അപ്പോൾ അതിനെയാണ് ലെവറേജ് എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഫിനാൻസിലും ഈ പറയുന്ന ലെവറേജ് ഉണ്ട്. അതായത് ചില സംഗതികളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചില അഡ്വാൻറ്റേജ് ഒക്കെ കിട്ടും. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഈ കുനിഞ്ഞു കിടന്ന് വെള്ളം കോരുന്നതിന് പകരം ഒരു പുള്ളി യൂസ് ചെയ്ത് വെള്ളം വലിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചുകൂടി ഈസി ആയിട്ട് വെള്ളം പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. അത് ആ പുള്ളി യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ആണ്. അത് ലെവറേജ് ആണ്, പുള്ളിയുടെ ലെവറേജ് ആണ് എന്ന് പറയുന്നത് പോലെ. നമ്മുടെ ക്യാപിറ്റലിനകത്ത് ഈ ഡെറ്റ് ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചില അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. അതിനെ ലെവറേജ് എന്നൊക്കെ വിളിക്കും, ഫിനാൻഷ്യൽ ലെവറേജ് എന്നൊക്കെ വിളിക്കും. ഞാൻ അതിലോട്ടൊന്നും കയറുന്നില്ല. അത്തരം കാര്യങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കുക? ഈ ലെവറേജ് അനാലിസിസിൽ പഠിക്കുക. ഇത് മൂന്നും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 1/3 പോർഷൻ കംപ്ലീറ്റ് ആവും. ഇത്രയും ഏരിയയെ നമുക്ക് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ബ്രോഡ് ഏരിയ ആണ് ഫിനാൻസിങ് ഡിസിഷൻ. എന്താണ് അതിനകത്ത്? 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്: കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലെവറേജ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് ഈ പറയുന്ന ഫണ്ട് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻസുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ആണ്, ഫണ്ട് റേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ആണ്. അപ്പോൾ അതൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ഫിനാൻസ് മാനേജർക്ക് ഈ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ അറിയണം? കോസ്റ്റ് അറിയണം, ക്യാപിറ്റൽ സ്ട്രക്ചർ അറിയണം, ലെവറേജ് അറിയണം, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ അറിയണം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനാണ് നമ്മൾ പഠിക്കുന്നത്? ഈ ഫിനാൻസിങ് ഡിസിഷൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞതാണ് തുടങ്ങിയത് അല്ലേ? നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണ്. ആ ബിസിനസ്സിന് വേണ്ടി കുറച്ച് ഫണ്ട് വേണം. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ അത് പോയപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചാലേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മളതൊക്കെ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ഫണ്ട്, അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സാണ്, നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാപിറ്റലൊക്കെ റേസ് ചെയ്തു. ഇനി ഈ റേസ് ചെയ്ത ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ഫിനാൻസ് മാനേജർ വീണ്ടും ഡിസിഷൻ എടുക്കണം. എന്താ ഡിസിഷൻ എടുക്കേണ്ടത്? ഈ പറയുന്ന ക്യാപിറ്റൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? എവിടെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക? ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം നമുക്ക് ക്യാപിറ്റൽ വേണമായിരുന്നു, ക്യാപിറ്റൽ കൊണ്ടുവന്നു. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം കൂടെ ചേർന്ന് ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഇനി ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലേ? നമ്മുടെ സ്റ്റാർട്ടപ്പിനകത്തൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാർട്ടപ്പിലെ ഐഡിയ പ്രകാരം ആ ഒരു ബിസിനസ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക? ഡെഫിനറ്റ്ലി കുറേ ഫിക്സ്ഡ് അസറ്റ്സ് വാങ്ങിക്കണം. നമുക്കൊരു ലാൻഡ് വേണം, ബിൽഡിംഗ് വേണം, ഫർണിച്ചേഴ്സും ഫിറ്റിങ്സും വേണം, പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം. പ്രൊഡക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം. അതല്ല ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആണെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് വേണം, ലാപ്ടോപ്പ് വേണം, നെറ്റ്വർക്ക് വേണം. അതല്ല ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഫിക്സഡ് അസറ്റ്സ് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സ്ഥലത്താണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്, 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നമ്മൾ 2 ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഫിക്സഡ് അസറ്റ്സ് വാങ്ങാം,
അതായത് ഒരു പ്രൊഡക്ഷനാണ് തുടങ്ങുന്നതെങ്കിൽ, ഒരു ഫാക്ടറിയാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, പിന്നെ അസറ്റ്സ് വാങ്ങി, ഫിക്സഡ് അസറ്റ്സും ഫർണിച്ചേഴ്സും ഫിറ്റിങ്സും മെഷീനറിയും ഒക്കെ വാങ്ങാനായിട്ടാണ് നമ്മൾ പകുതി പൈസ ചിലവാക്കുക. അപ്പോൾ ഇവിടെ ഫിനാൻസ് മാനേജറുടെ റോൾ എന്താ? ഫിനാൻസ് മാനേജർ ഒരു ഡിസിഷൻ എടുക്കണം. എന്ത് ഡിസിഷൻ എടുക്കണ്ടേ? ഇപ്പം ലാൻഡ് വാങ്ങണം. ലാൻഡ് സ്വന്തമായിട്ട് വാങ്ങണോ ലീസിന് എടുക്കണം? ബിൽഡിംഗ് കെട്ടണം. ബിൽഡിംഗ് സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യണോ അതോ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് ലീസിന് എടുക്കണം? ഇനി മെഷീനറി വാങ്ങണം. മെഷീനറി വാങ്ങുമ്പോൾ 1,00,000 യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മെഷീൻ വാങ്ങണോ 10,00,000 യൂണിറ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള മെഷീൻ വാങ്ങണോ? ഇതൊക്കെ ആരെടുക്കേണ്ട ഡിസിഷനാണ്? ഒരു ഫിനാൻസ് മാനേജർ എടുക്കേണ്ട ഡിസിഷനാണ്. അപ്പോൾ ആ ഡിസിഷൻ എടുക്കാൻ ഫിനാൻസ് മാനേജറെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറേ ടെക്നിക്സുകളുണ്ട്. ആ ടെക്നിക്സുകളെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കുന്ന ചാപ്റ്ററാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അപ്പോൾ നമ്മുടെ സിലബസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കും, അത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കും, പിന്നെ ലെവറേജ് പഠിക്കും. അത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനകത്താണ് നമ്മളുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നൊരു സംഗതി പഠിക്കുക. ഇനി നമ്മുടെ വേണ്ട ഒരു ഏരിയ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്കവിടെ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കണം. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ? നമ്മുടെ ബിസിനസ് ഈ അസറ്റ്സ് മാത്രം വാങ്ങിച്ചു വെച്ചാൽ ബിസിനസ് നടക്കും? ഇല്ല. കുറേ ലാൻഡ് വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, മെഷീനറി വാങ്ങി, അസറ്റ്സ് വാങ്ങി, ഫർണിച്ചർ വാങ്ങി, എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചു. ഇനി എന്ത് വേണം? പ്രൊഡക്ഷൻ തുടങ്ങണം. അതിനെന്ത് വേണം? അതിന് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ വാങ്ങാൻ പൈസ വേണം, എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പൈസ വേണം. ഇതൊക്കെ ആദ്യമേ ഓണർ കൊണ്ടുവരേണ്ട പൈസയാണ്. കറക്റ്റ് അല്ലേ? അതിനെയാണ് എന്തെന്ന് വിളിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫിനാൻസ് മാനേജറെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കുക. അപ്പോൾ അവിടെ എന്താ മനസ്സിലാക്കുക? നമ്മുടെ ബിസിനസ് സ്മൂത്തായിട്ട് റൺ ചെയ്യണമെങ്കിൽ എത്ര രൂപയുടെ വർക്കിംഗ് ക്യാപിറ്റൽ വേണം? വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയാൽ എന്താണ് പ്രശ്നം? വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കണേ? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് പഠിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൻ്റെ ഏകദേശം 2/3 പോർഷൻ തീർന്നു എന്ന് പറയാം. ഇനി വരുന്ന ഒരു ഏരിയ ഡിവിഡൻഡ് ഡിസിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്തു, നമ്മൾ ആദ്യം ഫിനാൻസിങ് ഡിസിഷൻ മനസ്സിലാക്കി, അതുപയോഗിച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നു. ഇനി ആ കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപയോഗിച്ച് ലാൻഡും ബിൽഡിങ്ങും മെഷീനറിയൊക്കെ വാങ്ങിച്ചു, എംപ്ലോയീസിനെ ഹയർ ചെയ്തു, റോ മെറ്റീരിയൽ വാങ്ങിച്ചു, പ്രൊഡക്ഷൻ തുടങ്ങി, ബിസിനസ് റൺ ചെയ്തു. ഇനിയുള്ള സ്റ്റെപ്പ് എന്താ? ഈ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും അല്ലേ? ആ കിട്ടുന്ന പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. അവിടെയും ഫിനാൻസ് മാനേജർക്ക് റോളുണ്ട്. എത്ര രൂപ ഡിവിഡൻഡ് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. കൊടുക്കാതിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെ ആര് എടുക്കേണ്ട ഡിസിഷനാണ്? ഒരു ഫിനാൻസ് മാനേജർ എടുക്കേണ്ട ഡിസിഷനാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക? ഏറ്റവും അവസാനം ഡിവിഡൻഡ് ഡിസിഷൻ പഠിക്കുക. ഇതൂടെ കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ വരുന്ന ഒരു ഏരിയ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നൊരു കുഞ്ഞേരിയയാണ്. ഇത്രയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? പറഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു. നമുക്ക് ആകെ ഈ പറയുന്ന 6-7 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ലെവറേജ് 3, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് 5, ഡിവിഡൻഡ് ഡിസിഷൻ 6, അതൊരൊറ്റ ചാപ്റ്ററാണ്, അതിൻ്റെ സബ് ആയിട്ടൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് റേഷ്യോ അനാലിസിസ്. ഇങ്ങനെ 7 ചാപ്റ്ററുകളാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു ബിസിനസ് സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നിടം വരെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ഫിനാൻസ് മാനേജർക്ക് ധാരണയുണ്ടാവും. ഇത് കഴിഞ്ഞ് വീണ്ടും ഏരിയാസ് ഉണ്ട്. അതൊക്കെ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. നിങ്ങളുടെ ഫൈനൽ സിലബസിലോട്ട് വരുന്നൊരു ഏരിയ ആണ്. ഞാൻ എഫോമിൻ്റെയും ഫാക്കൽറ്റിയാണ്. എഫോം ഞാൻ എടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേപ്പറാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. ഇനി നമ്മുടെ പേപ്പറിനെ പറ്റി ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ പ്രോബ്ലം പേപ്പറാണ്, 100% പ്രോബ്ലം ഏരിയ ആണ്. നമുക്ക് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഉണ്ടാവും, ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റും. അങ്ങനെ അത് സ്കിപ്പ് ചെയ്താൽ 50 മാർക്കിനും പ്രോബ്ലം പേപ്പറായിട്ട് മാത്രമായിട്ട് നമുക്ക് ഈ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു തിയറി പോലും എഴുതാതെ വേണമെങ്കിൽ നമുക്ക് ഈ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രമാത്രം പ്രോബ്ലം ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയയാണ്. പക്ഷേ പ്രോബ്ലം പേപ്പർ ആണെങ്കിലും ഈ പ്രോബ്ലം ഒക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഫോമുലകളുണ്ട്. നമുക്ക് ഓരോ ചാപ്റ്ററിലും കുറേ ഫോമുല പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ഒരൊറ്റ ഫോമുല പോലും കാണാൻ പഠിക്കില്ല. A+B² എന്ന് പറഞ്ഞ് ഞാനൊരു സാധനം പഠിപ്പിക്കുകയില്ല. പകരം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് നിങ്ങൾ ഇവഞ്ച്വലി ആ A²+B²+2AB എത്തും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് A+B² എക്സ്പാൻഷൻ ആണെന്നുള്ളത്. അപ്പോൾ അതല്ലാതെ ഞാനായിട്ടൊരു ഫോമുല പഠിച്ച് അത് വർക്ക് ചെയ്ത് അത് സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ പോവില്ല. പകരം നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ഫോമുല ഇങ്ങനെ പറയാനുള്ള ലോജിക്ക് എന്താണ് അതിൻ്റെ റീസൺ? അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമുല പോലും പഠിക്കാതെ ഈ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുക.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ചാപ്റ്റർ ഈ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ ക്ലാസ് പോകുന്നുണ്ടാവുക. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തുടങ്ങും, റേഷ്യോ അനാലിസിസിൽ എൻഡ് ചെയ്യും. അങ്ങനെ ആ ഒരു ഏരിയ എൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 50 മാർക്കിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോകുന്നത്. ഇനി എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ 50 മാർക്കിനകത്ത് 15 മാർക്കിന് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ബാക്കി 35 മാർക്സിന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ 35 മാർക്സിൻ്റെ ക്വസ്റ്റ്യന് 7 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസോ 6 ക്വസ്റ്റ്യൻസോ ഉണ്ടാവും. അതിലൊരെണ്ണം ഓപ്ഷൻ ആയിരിക്കും, അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ആ മാർക്കിൻ്റെ വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. ഇതിൽ വെയിറ്റേജ് എങ്ങനെയാണ്? ഇത് എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണോ? എല്ലാ ചാപ്റ്ററും പഠിക്കണം? 100% ചാപ്റ്റർ പഠിക്കണം. അതിനകത്ത് ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാനില്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാനില്ല. ഒരു ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് എന്നോ ഒരു ചാപ്റ്ററും അൺഇമ്പോർട്ടൻ്റ് എന്നോ പറയാൻ പറ്റില്ല. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ലെവറേജ് അൺഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരു ചെറിയ ക്വസ്റ്റ്യനെങ്കിലും എല്ലാ ചാപ്റ്ററിൽ നിന്നും കവർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റോ അൺഇമ്പോർട്ടൻ്റോ ഇല്ല, എല്ലാം നമ്മൾ പഠിക്കും. 100% സിലബസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുക. ഇനി നമ്മുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് എൻ്റെ സ്റ്റഡി നോട്ട്സ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട്സ് തരും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അത് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ, RTP, MDP എന്നിവയെ ബേസ് ചെയ്ത് ഞാൻ സമ്മപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഫോർച്യുനേറ്റ്ലി പല ചാൻസുകളിലും നമ്മുടെ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഏകദേശം ഒരു 80% ക്വസ്റ്റ്യൻ നമ്മുടെ നോട്ട്സിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ച ചാൻസുകളുണ്ട്. എല്ലാ ചാൻസിലും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയണില്ല. ഇനി എൻ്റെ നോട്ട്സ് പഠിച്ചാൽ നിങ്ങൾക്ക് FM-ന് 80% ക്വസ്റ്റ്യൻ എൻ്റെ നോട്ട്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് കിട്ടും എന്നുള്ള പ്രോമിസും ഞാൻ തരുന്നില്ല. പക്ഷേ 1-2 തവണയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു ഇതായിട്ടൊന്നും ഞാൻ പറയണില്ല. എക്സാമിന് ക്വസ്റ്റ്യൻ കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യനും RTP ഒക്കെ പാറ്റേൺ ബേസ് ചെയ്ത് വന്നപ്പോൾ നമ്മുടെ നോട്ട്സിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എനിവേ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാറുണ്ട്. പ്ലസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് III ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് FM മാസ്റ്റർ ചെയ്യാൻ പറ്റും. ഐ തിങ്ക് എൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ കഴിഞ്ഞ വർഷത്തെ FM-ൻ്റെ എക്സംഷൻസിൻ്റെ ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 30-40 പ്ലസ് എക്സംഷൻസ് മാത്രം നമുക്കുണ്ടായിരുന്നു FM-ന്. 73, 83 വാസ് ഹയസ്റ്റ് ഐ തിങ്ക്. 83 മാർക്സ് വരെയൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നൊരു പേപ്പറാണ് FM. ഓഫ് കോഴ്സ് FM പ്ലസ് SM രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഈ മാർക്ക് പറഞ്ഞേക്കുന്നത്. കാരണം FM 50 മാർക്സേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ നല്ല സോൾവ് ചെയ്യാൻ, നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് FM ആൻഡ് SM എന്ന് പറയാം. സെക്കൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ്. കാരണം നമുക്കുള്ളത് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള പേപ്പേഴ്സിനകത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട്, കമ്പാരിറ്റീവ്ലി സ്കോർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഒരു 70 എബോവ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് നമ്മുടെ FM ആൻഡ് SM എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു അപ്രോച്ച്, ഇതൊക്കെയാണ് നമ്മുടെ സിലബസ്, ഇതൊക്കെയാണ് ഇതിനകത്തെ കണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പേപ്പർ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ബേർഡ്സ് ഐ വ്യൂ, ഒരു ഓവറോൾ പിക്ചർ കിട്ടിയോ? അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ നേരിട്ട് കാണാം. നമ്മുടെ IIIലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമുക്ക് നമ്മുടെ ക്ലാസ്സിനകത്ത് നമുക്ക് നേരിട്ട് കാണാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അവിടെ വെച്ച് നേരിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു, ബൈ.